ഒരു വേദന ആർക്ക്? കാസിമിക്ക്. ഇവിടെ ആദ്യം ഷിർക്കിന്റെ ഗൗരവമൊക്കെ പറഞ്ഞ ആൾക്ക് ആ ഒറ്റ കൊല്ലം തന്നെ പറയാനുള്ള അനുവാദം ഇട്ടിട്ടുള്ളൂ. കാരണം എന്താ? അത് ഈ വേദിയിലേ കിട്ടുള്ളൂ, അവിടെ അത് നടക്കൂല. അപ്പൊ പിന്നെ അവസാനം ചുമട് മാറ്റി. കാരണം എന്താ? മൂപ്പർക്ക് ആവശ്യം ഒരു MP അല്ലെങ്കിൽ ഒരു MLA ആണ്. അത് കണ്ടിട്ടാ മൂപ്പരിങ്ങനെ നീങ്ങണ. ഇപ്പൊ സമദാനി ഔട്ടായപ്പോ മൂപ്പരാണ് ഇപ്പൊ ഈ രംഗത്തുള്ളത്. അപ്പൊ മൂപ്പരിങ്ങനെ ആ രൂപത്തിൽ ആൾക്കാർക്ക് വേണ്ട രൂപത്തിലൊക്കെ മാറ്റി പറഞ്ഞ് ഉഷാറാക്കിയപ്പോ വന്നു. എന്നിട്ട് AP വിഭാഗം നടത്തുന്ന സ്വലാത്ത് നഗറിനെ പരിഹസിച്ച് കളിയാക്കുക. എന്താ? നമ്മളനുയായികൾക്ക് ഇല്ല, നമുക്ക് കിട്ടണില്ല, അതുകൊണ്ടുള്ള അസൂയൻ. കേട്ടോളിങ്ങളാ വാദം. കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല. കറാമാത്തിന്റെ വേദികൾ എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു. എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കായി കറാമത്ത് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മീയ നിർവൃതിയോടെയാണ് ഇവിടെ നിന്ന് ഓരോ വിശ്വാസിയും തിരിച്ചു പോകുന്നത്. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറൻ 4 ദിവസം അവന്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നിട്ട് വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടണ്ടടാ. ഇത് തമാശയല്ലേ പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിൽ. സഹോദരങ്ങളെ, ഇത് മറുവിഭാഗം വരുമാനം വാരിക്കൂട്ടുന്നു എന്ന് കണ്ടപ്പോ അസൂയ കൊണ്ട് പറയാൻ. എന്നാ ഇത് പോയി പാണക്കാട്ട് തങ്ങളെ വരണ്ട മുമ്പിലൊന്ന് പറയാൻ പറ്റുമോ? അവിടെ ഉണ്ടല്ലോ ഒരു തങ്ങള്, അവിടെ ഉണ്ടല്ലോ നിങ്ങൾ കൊണ്ടടക്കുന്നത് പോലെയുള്ള ഒരു സംഗതി. അപ്പോ അവിടെ സ്വലാത്തും അതുപോലെയുള്ള സംഗതികളൊന്നല്ല, അവിടെ ഇതേപോലുള്ള തരികിടകൾ പലതും നടക്കുന്നുണ്ട്. ഈ രൂപത്തിൽ കറാമത്തിന്റെ പേരില് സമൂഹ മധ്യത്തില് ഈ രൂപത്തിൽ ചിത്രീകരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ പച്ച കൊല്ലിട്ടിട്ട് ഈ താടിയും വെച്ചിട്ട് സ്വലാത്ത് നഗറിൽ വരുന്നവരും അവിടെ ഇരിക്കുന്നവരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവ എല്ലാവരും ഒരു നാണയത്തിന്റെ ഇരുവശ. പക്ഷെ ഒരു തങ്ങളെ മാത്രം എതിർക്കുമ്പോൾ അപ്പുറത്തെ തങ്ങളും ഇതുപോലെ തന്നെയാണ് എന്നുള്ള സത്യം കാസിമി മറച്ചു വെക്കരുത്. അത് മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, ഞങ്ങൾ തുറന്നു പറയും. രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൽ വ്യക്തമായ നിലപാടുകളുണ്ട്. പക്ഷേ ആദർശത്തെ എതിർക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു നേതാവും പ്രശ്നമല്ല എന്ന് ഇവിടെയുള്ള എല്ലാ കുബൂരികളോടും ഞങ്ങൾ അറിയിക്കുകയാണ്.